നമ്മൾ അവസാനം സംസാരിക്കുന്ന ADGP അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന കഴിഞ്ഞ 36 ദിവസത്തെ മുറവിളിക്കൊടുവിൽ അദ്ദേഹത്തെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് ഇന്നലെ ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഒരു അച്ചടക്ക നടപടിയാണെന്ന് ആ കുറിപ്പിലില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണെന്നില്ല. ഇന്നിപ്പോൾ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ എന്ത് കാരണത്തിലാണ് മാറ്റിയെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല, മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. CPI പോലും ഇന്നിപ്പോൾ കാരണം പറയാതെ ഒഴിയുന്നത് കാണുകയാണ്. അപ്പോൾ ആവശ്യാനുസരണമുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള വിമർശനം അകത്തും പുറത്തുമുണ്ട്. PV അൻവർ പറയുന്നത് സസ്പെൻഡ് ചെയ്യാനുള്ള DGPയുടെ നിർദ്ദേശത്തെ വെട്ടിമാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനചലനം എന്നതിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയത് എന്നാണ്. എന്ന് വെച്ചാൽ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല അജിത് കുമാറിനെ എന്ന കാര്യം വളരെ സ്പഷ്ടമാണ് ഇന്നലത്തെ നടപടിയിൽ. അജിംസ് എന്താണ് തോന്നുന്നത്? ഇന്നലത്തെ അവസാനം ഇതിനൊരു തീർപ്പുണ്ടാക്കിയെന്ന മട്ടിലൊരു തീരുമാനം പ്രഖ്യാപിക്കായിരുന്നല്ലോ. ആ ഓർഡർ രണ്ട് വരിയാണുള്ളത്. അതായത് IPS ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച ഉത്തരവ് മുകളിലെ തലക്കെട്ടതാണ്. മനോജ് എബ്രഹാമിനെ ലോ ആൻഡ് ഓർഡറിലേക്കും ഇദ്ദേഹത്തെ ആംഡ് ഫോഴ്സിൻ്റെ ബറ്റാലിയൻ്റെ ചീഫുമായിട്ട് നിയമിക്കുന്നു. ഇത് സാധാരണ IPS ഉദ്യോഗസ്ഥരുടെ ഷഫ്ലിംഗ് നടക്കാറിലാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം നടന്നിരുന്നു അല്ലേ? IPS ഓഫീസർമാരെ ജില്ലാ പോലീസ് മേധാവികളെയൊക്കെ പരസ്പരം മാറ്റിയിരുന്നു. അതുപോലെ ഷഫ്ലിംഗ് നടന്നു എന്നതിനപ്പുറം ആ ഉത്തരവിനൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. അത് വായിക്കുന്ന ആൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് ഈ ഷഫ്ലിംഗ് നടത്തിയത്? സാധാരണ IPS ഓഫീസർമാരുടെ ഷഫ്ലിങ്ങിൽ എന്തിനാണ് ഇവർ ഷഫ്ലിംഗ് നടത്തുന്നത് ആരും ചോദിക്കാറില്ല. അപ്പോൾ ഈ ചോദ്യം തന്നെ അപ്രസക്തമാവും വിധം ഒരു അരാഷ്ട്രീയമായൊരു ഉത്തരവ് പുറത്തിറങ്ങി എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇനി ഈ ആരോപണം വിധേയനായ ADGP അജിത് കുമാറിനെ മാറ്റുക, ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണെങ്കിൽ അദ്ദേഹത്തെ ഒരു മാസം മുമ്പേ മാറ്റാമായിരുന്നു. അപ്പോൾ അൻവർ ആരോപണം ഉന്നയിച്ച് ഉടനെ മാറ്റിക്കഴിഞ്ഞാൽ അൻവർ ഹീറോയാകണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചു. അപ്പം മാറ്റിയിട്ടില്ല. മാറ്റണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ട് പോയില്ല. പിന്നീട് അദ്ദേഹം LDF യോഗത്തിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരട്ടെ, മാറ്റാമെന്ന് പറഞ്ഞ് CPIയെ സമാധാനിപ്പിക്കുന്നു. CPI വീണ്ടും വാശി പിടിക്കുന്നു. CPI വാശി പിടിക്കുമ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. DGP അതിലൊരു ഒരു കണ്ടെത്തലെത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ വളരെ വാലിഡാണ്, വളരെ ഗുരുതരമായ സംശയങ്ങളാണ്. ഇദ്ദേഹം എന്തിന് RSS ചീഫിനെ കണ്ടു, അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് DGP ഒരു റിപ്പോർട്ടിൽ എഴുതി ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരുക എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സാധിക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് മാത്രം മാറ്റിയതാണ്. അതിന് മുമ്പുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റാൻ ഈ ഒരു മാസം വൈകിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ മാറ്റാൻ പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ ആൻസർ. കാരണം അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ, ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അദ്ദേഹത്തിന് നടക്കുന്നൊരു ഓൺ ഗോയിങ് വിജിലൻസ് അന്വേഷണമുണ്ട്. ആ വിജിലൻസ് അന്വേഷണം മാത്രമല്ല, ആ പ്രഖ്യാപിക്കുന്ന അദ്ദേഹത്തെ മാറ്റി നിർത്താം. കാരണം കേരളത്തിലെ ഒരു IPS ഓഫീസറും അദ്ദേഹം ഒരു തസ്തികയിലിരിക്കെ നേരിട്ട ആരോപണത്തിൻ്റെ പേരിൽ അന്വേഷണം ആരംഭിക്കുമ്പോൾ ആ തസ്തികയിൽ തുടർന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് നൽകിക്കൊണ്ട് അദ്ദേഹം ഇത്രയും നാളും പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ ഇത് മാറ്റി കഴിയുമ്പോൾ ഇതിനു വേണ്ടിയും ജയ് വിളിക്കാൻ ആളുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ട്രോളാണോ എന്നറിയില്ല. ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിരുന്നു. പിണറായിഡ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ മാറ്റി എന്നുള്ള വാർത്ത അവതാരകർ വായിക്കുന്നു. തൊട്ടുടനെ തന്നെ പിണറായി വിജയൻ സ്ലോ മോഷനിൽ വരുന്ന BGM ഇട്ട വീഡിയോ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആരും കളിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. പക്ഷെ അതിനും ആളുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇപ്പം CPMന് പോലും ഇപ്പോൾ സർക്കാരിന് പലതരം കാരണങ്ങളുണ്ടാവും. RSS തന്നെ കണ്ടതിൻ്റെ പേരിൽ മാറ്റിയെന്നൊക്കെ പറയാൻ. പക്ഷേ CPMനോട് പോലും ചോദിക്കുമ്പോൾ RSSനെ കണ്ടതിൻ്റെ പേരിൽ മാറ്റിയെന്ന് പറയാൻ അവർക്ക് ഭയങ്കരമായ പരിമിതി. എല്ലാവർക്കും അറിയാമല്ലോ എന്തിനാണ് ചെയ്തതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. എന്തായിരിക്കും അവരുടെ ഒരു പ്രശ്നം? അല്ല നിഷാദ്, അതിലൊരു പ്രശ്നമുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് മാറ്റുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്യൂറോ ഉള്ള ഒരു റിപ്പോർട്ടറെ, കോഴിക്കോട് ബ്യൂറോ ഉള്ള റിപ്പോർട്ടറെ കണ്ണൂർ ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ട്രാൻസ്ഫർ അടിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന കാരണത്താൽ താങ്കൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. പലതരത്തിലുള്ള പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ അത് ശിക്ഷാ നടപടി ആയിക്കൊള്ളുന്നില്ല. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചുകൊണ്ട് അങ്ങനെയും ആകാം. അപ്പോൾ പോലും നമ്മളെങ്ങനെയാണ് ട്രാൻസ്ഫർ ഓർഡർ അടിക്കൽ? ട്രാൻസ്ഫർ ഓർഡറിൽ അങ്ങനെ ഇന്ന കാരണത്താൽ ട്രാൻസ്ഫർ എന്ന് പറയത്തേ ഇല്ലല്ലോ. ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താ പറയുക, ഇത് ആക്ച്വലി നടന്നിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫറാണ് നടന്നിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡറിലുണ്ടായിരുന്ന ആളെ എന്തിലേക്ക് മാറ്റുന്നു? ആംഡ് ബറ്റാലിയൻ. എനിക്ക് തോന്നുന്നു ലോ ആൻഡ് ഓർഡർ ആൻഡ് ആംഡ് ബറ്റാലിയൻ രണ്ടും ഉണ്ടായിരുന്ന ആളെ അതിൽ നിന്ന് ലോ ആൻഡ് ഓർഡർ എടുക്കുന്നു. ഈ ലോ ആൻഡ് ഓർഡറിലേക്ക് മറ്റൊരാളെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതേക്കുറിച്ചാണ് ഈ പറയുന്ന BGM എന്നത്. ഞങ്ങൾ പറഞ്ഞത് മാതിരിയും പിന്നെ വളരെ സൈദ്ധാന്തികമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകളുണ്ട് കേട്ടോ. ഈ ഗംഭീരമായിട്ട് നമ്മളെങ്ങനെയാണ് ഒരു നടപടി എടുക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നടപടി എടുക്കുകയാണോ? പ്രോപ്പറായ അന്വേഷണം നടക്കണ്ടേ? അവർക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അതല്ലേ ഒരു ഭരണനിർവഹണ രീതി എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ട് സൈദ്ധാന്തിക കളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കേട്ടോ കൊള്ളാമല്ലോ, നല്ല അടിപൊളി ഐഡിയ എന്ന് തോന്നുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്നലെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്താണ്? ADGP അജിത് കുമാറിൻ്റെ ട്രാൻസ്ഫർ മാത്രമല്ല നടന്നിരിക്കുന്നത്. മനോജ് എബ്രഹാം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്തത്, അപ്പോൾ ഇത് പുള്ളിക്കാരോ വല്ല അന്വേഷണം ഉണ്ടായിരുന്നു? ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ അവിടെ? അപ്പോൾ ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ പറയുമ്പം മാറ്റാൻ പറ്റില്ല.
അത് അന്വേഷണം നടക്കണം, അതിന് ലോജിക്കൽ കൺക്ലൂഷൻസ് വേണം, പുള്ളിക്ക് പറയാനുള്ളത് കേൾക്കണം, അതാണ് ശരിയായ ഭരണനിർവഹണ രീതി എന്ന് പറയുന്ന ആളുകൾ ഈ പാവം മനോജ് എബ്രഹാമിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായില്ലല്ലോ. ഇൻ്റലിജൻസിൽ ഇരുന്നുകൊണ്ടിരുന്ന ആ മനുഷ്യനെ പിടിച്ചിങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ന്യായം എന്താണെന്ന് മിനിമം വിശദീകരിക്കുന്ന കാര്യം. രണ്ട് പണിയാണ്, രണ്ട് പണിയാണ്. ഇതെന്തോ ഇത്? അപ്പോൾ ഇങ്ങേർക്ക് അത് എന്തും ചെയ്യാം, മനോജ് എബ്രഹാമിന് എന്തും ചെയ്യാമെന്നാണോ? അയാൾക്ക് ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഈ ഒരു പ്രശ്നം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ADGP എന്ന് പറയുന്നത് RSSന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. പണിയെടുക്കുന്ന ആളാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയനും അറിയാം. പക്ഷേ പിണറായി വിജയന് അദ്ദേഹത്തെ തൊടാനുള്ള ആംബിയർ ഇല്ല. എന്തുകൊണ്ടാണ് ആംബിയർ ഇല്ലാത്തതെന്നുള്ളതിന് പലതരം സിദ്ധാന്തങ്ങളുണ്ട്. ആ സിദ്ധാന്തങ്ങൾ ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. എനിവേ അദ്ദേഹത്തെ തൊടാൻ പിണറായി വിജയന് സാധ്യമല്ലാത്തൊരു ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ സംഗതികൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ഈ പറയുന്ന പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുണ്ട്, പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ട്, CPI ഉന്നയിക്കുന്ന സമ്മർദ്ദമുണ്ട്, പിണറായി വിജയൻ്റെ സഹജമായ ധാർഷ്ട്യമുണ്ട്, ഈഗോവും ഉണ്ട്. ഇവരൊക്കെ കൂടി ബഹളം ഉണ്ടാക്കിയിട്ട് ഞാനങ്ങ് മാറ്റണ്ട എന്നുള്ള. പക്ഷെ അതിനെ മറികടക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി. സാധ്യമല്ലാത്തപ്പം സാധ്യമായതിൻ്റെ പരമാവധിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് ഈ കസേരയിൽ നടത്തി ആ കസേരയിൽ വെക്കുക. ഇത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഒരു നിമിഷാർത്ഥം കൊണ്ട് ഒരു ഹോം സെക്രട്ടറിക്ക്, എനിക്കൊന്ന് ഹോം മിനിസ്റ്റർ തന്നെ തീരുമാനിക്കണമെന്നില്ല, ഒരു നിമിഷാർത്ഥം കൊണ്ട് എടുക്കാൻ തീരുമാനമാണ്. ഒരു അന്വേഷണത്തിൻ്റെയോ ഒരു കമ്മിറ്റിയുടെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് ചെയ്യാൻ പിണറായി വിജയൻ സന്നദ്ധമായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന നോക്കൂ, ഈ RSS ബന്ധമാണ് അതിൽ വരുന്നത്. ഇപ്പം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വേറെ കുറേ അവിടെ കിടക്കുന്നുണ്ട് അന്വേഷണം. അത് ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, റിദാൻ ബാസിൽ എന്നാണ് താമിയല്ല മാമി തിരോധാനം, സ്വർണം പൊട്ടിക്കൽ, പറയുന്ന മറ്റേ കവടിയാറിലുള്ള വീട്, അതിൻ്റെ ഈ ഫ്ലാറ്റ് മറിച്ച് വിട്ടത്, ഇതൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതരത്തിലുള്ള, അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിന് പഠിച്ച ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ഗാങ്, അവർക്ക് ചെയ്തു കൂട്ടാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്ത സംഗതികൾ അവിടെ വേറെ കിടക്കുന്നത്, ആരോപണങ്ങൾ അവിടെ വേറെ കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലാണ് ഈ പറയുന്ന വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം VD സതീശനാണ് ഉന്നയിച്ചത്. ഹൊസബാലയെ കണ്ട വിഷയം, ദത്താത്രേയ ഹൊസബാലയെ കണ്ട വിഷയം VD സതീശനാണ് ഉന്നയിച്ചത്. പക്ഷേ ആ വാർത്ത പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് കഴിഞ്ഞ വർഷം മെയിൽ നടന്ന സംഭവമാണ്. അന്ന് തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരുന്നതാണ് അതേക്കുറിച്ച് പുറത്തു വന്ന വാർത്തകൾ. ഇനി അന്ന് തന്നെ മുഖ്യമന്ത്രി അത് അറിഞ്ഞിരുന്നില്ല എന്നാണെന്ന് വിചാരിക്കുക. അറിഞ്ഞിരുന്നില്ല എന്നാണെങ്കിൽ അതേക്കാൾ ഗുരുതരമാണ്. കാരണം തൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കിലോമീറ്റർ തിരുവനന്തപുരത്തും തൃശ്ശൂർ വരെ യാത്ര ചെയ്ത് RSSൻ്റെ ജനറൽ സെക്രട്ടറിയെ മീറ്റ് ചെയ്യുന്നു. അത് പിണറായി വിജയൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ്. അതല്ല, സതീശൻ പറഞ്ഞ ശേഷം ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നില്ല. യോഗത്തിൽ ബിനോയ് വിശ്വം നിർബന്ധിക്കുമ്പോഴാണ് അതുകൂടി അന്വേഷിച്ചേക്കാം. അത് പറ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് അതിൻ്റെ കാരണം? അതാണ് അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് പലതരത്തിലുള്ള ഗുരുതരമായ പ്രശ്നം. തൃശ്ശൂരിലെ വിജയം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിലേക്ക് വരുന്നത്. ഇതേ വരാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വെച്ച് മാറാൻ പോവുകയാണ്. പക്ഷേ അതൊരു കാര്യം നോക്കൂ, പാലക്കാട് BJP ജയിക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഇടപാടൊന്നും നടക്കാതെ തന്നെയാണ് BJP വിജയിക്കുകയാണ്, ചേലക്കര CPM വിജയിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് പൊതുധാരണ വരിക? ഇത് ഡീലാണെന്നുള്ളതാണ്, വെച്ച് മാറിയതാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായി വിജയനും ഗോവിന്ദൻ മാഷും എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ വിശ്വാസ്യതാരാഹിത്യം നഷ്ടം, ആ വിശ്വാസ്യത നഷ്ടം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്തായിരുന്നു? അവർ കൊലപാതകം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ഈ കൊലപാതകങ്ങൾ ഏർപ്പെടുന്നുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. പക്ഷേ ഫാസിസ്റ്റ് വിരുദ്ധത എന്ന കാര്യത്തിൽ അക്കാര്യത്തിൽ CPMന് വിശ്വസിക്കാം ഒരവസ്ഥയുണ്ടായിരുന്നു. അത് കളഞ്ഞു പോയിരിക്കുന്നു. നോക്കൂ, CPM BJPയും തമ്മിലുള്ള ബന്ധം, ഇടപാടെന്ന് പറയുന്നത് എന്താണ്? പകലിൽ കലഹിക്കുന്ന ദമ്പതിമാർ തമ്മിലുള്ള ബന്ധം മാത്രമാണെന്നുള്ളതാണ്. ചില ദമ്പതിമാരുണ്ട് കടവിലും കവലയിലും വന്നിട്ട് പകൽ ബഹളം ഉണ്ടാക്കും, അടികൂടുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ രാത്രിയിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ പകലിൽ കലഹിക്കുന്ന ദമ്പതികളാണ് CPM BJP എന്നുള്ള ഒരു വിശ്വാസം എന്നൊരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ധാരണ നമുക്ക് മാറ്റണം, വിശ്വാസ്യത തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് നാളെ മുതൽ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും 10 കിലോ വീതം വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കണം എന്ന് ഗോവിന്ദൻ മാഷ് തീരുമാനിക്കുകയും സർക്കുലർ അയക്കുകയും ചെയ്താൽ നടക്കുന്ന കാര്യമല്ല.
അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. RSS ബന്ധുവായ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഈ ദിവസവും അവിടെ ബാക്കി നിൽക്കുകയാണ്. അതുണ്ടാക്കുന്ന വിശ്വാസ പ്രശ്നത്തെ ആ പാർട്ടി എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന് നോക്കാം. നാളെ ഇരിക്കാം. നമസ്കാരം.